Hello மக்களே, welcome to the channel Tamil Family Reacts. நான் ஸ்வாதி பிரபாகர் with me, my husband Vasu. வணக்கம். ஓகே, பார்ட் 1 பார்த்துருப்பீங்கன்னு நினைக்கிறேன். பார்க்கலன்னா டிஸ்கிரிப்ஷன் லிங்க் ஷேர் பண்ற போய் பாருங்க. இப்போ பார்ட் 2 குள்ள போயிடலாம். Sir, assignments. ശരണ്യ സീരീസ് എക്സാമിന് റെക്ടിഫയർ ട്രാൻസിസ്റ്റർ ബയാസിങ് ആ ഭാഗത്ത് മാത്രം പഠിച്ചാൽ മതി. പിന്നെ യൂണിവേഴ്സിറ്റി എക്സാമിന് നീ പഠിച്ചോളൂ, ഇല്ലെങ്കിൽ ഐത്തിനെ പോലെ ഇങ്ങനെ നടക്കേണ്ടി വരും. അല്ല, പുള്ളി യൂണിവേഴ്സിറ്റി ടോപ്പറല്ലേ? എൻ്റെ പൊന്നു മോളെ, ബുദ്ധിയുള്ള ആൾക്കാരടക്കം പാസ്സാവാൻ കഷ്ടപ്പെടുകയാണ്. പിന്നെയാണ് അവനെപ്പോഴുള്ള മുഴുക്കുടിയൻ. ചെല്ലേ நீமோ பாத்திருக்கேன். ആ, ഈ മീനാണ് ഞാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞ് കൊച്ചിയിൽ വെച്ചിട്ട് എനിക്ക് കാണിച്ചു. ഈ ചേട്ടൻ്റെ കയ്യിലുണ്ടായിരുന്ന ആരുടെ ശത്രു ഈ ചേട്ടൻ നിനക്ക് റിക്വസ്റ്റ് ഇട്ടാ നോക്കടി ചുബേട്ടോ. ഇത് മറയും ഫിഷാണ്. പുള്ളിയുടെ വീട്ടിൽ മറയനൊക്കെ ഇറക്കണ്ടെന്ന് തോന്നുന്നു. ചുബേട്ടോ എന്നിട്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാനല്ലേ? എന്തിന് ചെയ്യ്, പാഞ്ചേട്ടനാന്നാ കണ്ടിട്ട് തോന്നണേ. ചെയ്യണ? ആ ചെയ്യ. அமிதாக்கு மட்டும் தெரிஞ்சது சாமியாட்ட ஆடிடுவாங்க. ഞങ്ങക്ക് ചിപ്സിന്റെ പരിപാടി തുടങ്ങാൻ വേണ്ടിട്ടാണ്. കൊള്ളല്ലോ, അടിപൊളി വീടല്ലേ. ചിപ്സിന്റെ മീൻ കച്ചവടോ ഉണക്ക മീൻ കച്ചവടോ എന്ത് വേണേയാവാലോ, നല്ല അടിപൊളി വീടല്ലേ. പിന്നെ ഇവിടെ മുമ്പ് വളങ്ങച്ചവടോ ഞങ്ങൾക്ക് ഇവിടെ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യാനും പിന്നെ ഒരു ചെറിയ അടുപ്പൊക്കെ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിട്ടൊക്കെയാണ്. പിന്നെന്താ സപ്പോർട്ട് மெசேஜ் வருதா? ரிக்வெஸ்ட் அக்செப்ட் பண்ணதுக்கு அவர் பாக்குறாரு. ഹായ്, എന്നെ മനസ്സിലായ? നമ്മളൊന്ന് കൊച്ചിയിൽ വെച്ച്. പിന്നെ ആ മീൻ എന്താ പറയുന്നത്? ഏത് മീൻ? എന്റെ കയ്യിലുണ്ടായിരുന്ന മീൻ. ഓ, അവൻ സുഖമായിട്ടിരിക്കണം. ഇന്ന് രാവിലെയും കൂടി തീറ്റ കൊടുത്തോളൂ. അതിന്റെ പേരെന്താന്നറിയോ? ഞാൻ അവനെ രാഹുൽ എന്ന് വിളിക്കണത്. അതിന് ശരിക്കും പേര് ക്ലൗൺ ഫിഷ് എന്നാ. ഓഹോ, അത് ശരി. ഫൈൻഡിങ് നെമോ എന്ന പടത്തിലെ മീനാത്. ആഹാ, അവൻ ഇത്രയും ഫേമസ് ആണെന്നുള്ള വിവരം എനിക്കറിയില്ലായിരുന്നു. ഹോസ്റ്റലിൽ അവരിപ്പോ ഈ പടം വെച്ചേക്കാ. അങ്ങനെ ഞാൻ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത്. എന്റെ ഭാഗ്യം. അപ്പൊ ഓക്കെ, ബൈ ബൈ, പിന്നെ കാണാം. ആ, പിന്നെ കാണണം. നീ കൊറേ നേരം ചാറ്റ്. ആരാണ് ഇത്? പെണ്ണല്ല. എടാ വിനുവാടാ. ഏത് പട്ടി വിനോ? ആ പട്ടി വിനു. ഒന്നുമില്ല, അവൻ തിരുവനന്തപുരത്ത് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയണായിരുന്നു. എന്ത് കാര്യം? ഒന്നും പറയണ്ടടാ, ആകെ ശോകമാണ്. ശോകോ? എന്നിട്ട് ചിരിച്ചോണ്ടിരിപ്പുണ്ടാവില്ല. ചിരിച്ചു എന്നുള്ളൂ, മനസ്സിലാകെ ഷോക്ക് അടിച്ചിരിക്കണായിരുന്നു. അതാണ്. இங்க இவருக்கு தெரிஞ்சா பிரச்சனை, அங்க அவளுக்கு தெரிஞ்சா பிரச்சனை. ഡൗട്ട് എന്തിച്ചാണ്? എടാ, നമുക്ക് പൂക്കളൊക്കെ സെറ്റ് ചെയ്താലോ? നീ അവിടെ എങ്ങാനിരുന്നേ? നമ്മുടെ റബ്ബെല്ലാണ്. ഓ, നമ്മ ഇതിനൊന്നും പോവാൻ പാടില്ല. നീ ആ എത്തപ്പാനൻ ടീമിനെ നോക്കിയേ. പൂ മേടിക്കാനുള്ള പകുതി കാശ് അമ്മക്കിട്ട് അടിച്ച് ടൈറ്റായിട്ട് വന്നേക്കാണ്. ശരി. കണ്ണൊക്കെ ഇരിക്കണുണ്ട ചോകാന്ന് തെണ്ടി. അവനിട്ടേക്കണെന്ന് തൂട്ടാണ് മലമ്പാമ്പിന്റെ തോല. ഇവിടെ ഇരുന്ന് അറിഞ്ഞോ, കൊറേ ഉണ്ട്. ഞങ്ങള് പൂക്കൾ ഇട്ടോളാം. അതെ, എനിക്ക് പൂക്കൾ വേണം. അങ്ങോട്ട് വന്ന മുട്ടാലി ഞാൻ നല്ല ഇടിക്കും. ഇവിടെ ഇരുന്ന് കരിഞ്ഞാ മതി, ഞങ്ങള് വരാറാകുമ്പോ പറയാം. ഹാപ്പിയാണോ? സംഗീത എങ്കമ്മാ? അടുത്ത കോമഡി. இதுக்கு அப்புறம் தான் அவர் வரும். ശരണ്യ പൂവരിയാണോ? ഇത്ര അടുത്ത് പോരില്ല. ശരണ്യയുടെ അച്ഛൻ എന്താ ചെയ്യണേ? അച്ഛൻ പഞ്ചായത്തിലെ UD ക്ലർക്കാണ്. ആ, എൻ്റെ അച്ഛൻ പഞ്ചായത്ത് ഇലക്ഷൻ മത്സരിച്ചായിരുന്നു, തോറ്റുപോയി ആ റോട്ടിന്. അയ്യോ, സാറിന് എന്നോട് പറഞ്ഞൂടെ, ഞാൻ അടുത്ത് കളിയൂലേ? സോറി. അമ്മ വെള്ളം കുടിച്ചിട്ട് വരും. இது மேல போய் தலையில கை வைக்கலாமா? വലു ഹാപ്പിയാണോ? ഹാപ്പിയാണോ? ஐயோ, அங்கிருந்து தப்பிச்சு இங்க போய் மாட்ட போகுது. ആയിത്താട്ടാ, ആമാ. ദിവ്യയുടെ കേസ് വേണ്ട, സ്പാർക്കില്ല. എന്നാ പിന്നെ ഞാൻ ഇങ്ങോട്ട്. അത് ശരി. ஐயோ ஐயோ, താൻ എന്താണ് എന്നെ കാണുമ്പോൾ എസ്കേപ്പ് അടിക്കുന്നത്? ഞാൻ വാഷ്റൂമിൽ പോവാൻ. തനിക്ക് എന്നെ പേടിയാണല്ലേ? അങ്ങനെയൊന്നുമില്ല, അപ്പൊ പേടിയില്ലേ? ചെറുതായിട്ട്. ഞാൻ ഭയങ്കര റഫാണ്, ഇവർക്കൊക്കെ അറിയാം. ഇവരോട് ചോദിച്ചാൽ മതി. അറിയാം, എന്തറിയാം? ചേട്ടൻ ഭയങ്കര റഫാന്ന്. ഗുഡ്, ആവട്ടെ. ഡാൻസ് കളിക്കുന്നുണ്ടല്ലേ? ഏത് പാട്ട്? പരിമലച്ചെരുവില്. അതേത് പാട്ട്? സ്പടികത്തിലെ പാട്ട്. പരിമലച്ചെരുവില് പടിപ്പുര എനിക്കറിയില്ല, ആവട്ടെ. ஸ்படிகம்ல வருமா அது? താനോട് പോണു, താനോട് ഇരിക്കും. ശരണ്യക്ക് ഈ ക്യാമ്പസിൽ ഏറ്റവും കമ്പനിയുള്ളത് ആരായിട്ടാണ്? സോന, ഷെറിൻ, അവരൊക്കെ. ആമ്പിള്ളേര്. ആ
സംഗീതമായിട്ട് ഭയങ്കര കമ്പനിയാണ്. എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടോ ഞാൻ என்ன വാഷ്റൂമിൽ ஃபிளாஷ்பேக் പോക്കോട്ടെ. இது അതാണെന്തെങ്കിലും കാണിക്കും. സംഗീത് കുറച്ച് കഴിയുമ്പോൾ എന്റെ ഫസ്റ്റ് പാട്ടുണ്ട് reference. അവിടെ ഉണ്ടാവണം. சங்கீத் யாரு ப்ரோ? நஸ்லன் நஸ்லன் தானே? ശ്രുതി എ മൈനർ എ മൈനർ എ മൈനർ എന്ത് വേഷോടോ ഇത്? ഓണൊക്കെ അല്ലേ കുഞ്ഞെ? இவரதாம்பா அர்ஜுன் ரெட்டி கேரக்டருக்கு என்னால ஏத்துக்க முடியல. இது பண்ணுவார் இல்ல அந்த படத்துல, പിന്നെ இது பண்ணுவார் அந்த படத்துல அவரு. അത് അവരെന്താണ് പോവേ പോയി പറ്റി. അവൻ വിളിച്ചിട്ട് ഞാൻ ഫോൺ എടുക്കില്ലെന്ന്. എനിക്ക് അവിടെ വെച്ചിട്ട് കൊടുക്കാനാണ് തോന്നി. അവൻ റഫാണ് അത്ര. ഞാൻ അതിലും വലിയ റഫാണ്. അവൻ എന്തൊക്കെയാണ് ചോദിക്കുന്നത്? അവൻ എന്തായാലും ഇന്റർവ്യൂ ചെയ്യണം. ബാത്റൂമിൽ വെച്ച് മാസാവൻ നിന്നെ കഴിഞ്ഞിട്ട് വേറെ ആളെ വിട്ടു മോളെ. என்ன திடீர்னு டென்ஷன் ஆயிட்டாங்க சரண்யா? யாரை திரும்ப காமிக்கிறதுக்கு பவர் இல்ல. பாவம். There ain't no faking girl. It's you that I need, girl. Oh yes indeed. കാലൈ മുതൽ അവിടെ വന്ന് ലൂസപ്പ് എന്നെ സാങ് പാടി വെക്കരുത്. ഓടിച്ച്. ഇതിൽ നീ സഹകരിച്ചില്ലെങ്കിൽ പിന്നെ നിന്റെ ഒരു കാര്യത്തിന് സോനുണ്ടല്ലോട്ടാ. മാറങ്ങോട്ട്. അതെ, ഈ കൂളിംഗ് ഗ്ലാസ് നിർബന്ധമാണ്. കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് നീ കയറിയാ മതി. അല്ലേ Do you want more? അല്ലെങ്കിലും നീ ഒന്നും എന്നെ അർഹിക്കുന്നില്ലടാ. താങ്ക് യു സംഗീത് ഫോർ എ വണ്ടർഫുൾ സോങ്. അടുത്ത് നമുക്ക് ഇവരെ കിട്ടിയിടാം. വായിക്കണം. എന്ത് അയത്തേണ്ടാണ് വായിക്കി. ഇതിലുണ്ടല്ലോ. ഇത് വായിക്കടാ. അടുത്തതായി കോളേജ് കുമാരികളുടെ രോമാഞ്ചവും സർവോപരി ഈ കോളേജിലെ മോസ്റ്റ് ടാലന്റുമായ അജിത് മേനോൻ ചേട്ടന്റെ ഒരു തകർപ്പൻ ഗാനം. സാർ ഒരു കല്ല് കിട്ടും. കല്ല കല്ല് എന്തിനാടാ? അടിக்கிறதுக்கு കല്ല് കേൾക്കണ നിனைக்கிறேன். മാതിരി പേക്കൂത്ത് സമ്മതിക്കുന്ന ചോടിയാ പറഞ്ഞാലോ. കുഴപ്പമില്ല പക്ഷേ കുഴപ്പമില്ല. என்ன நெஞ்சுக்குள் பெய்திடும் மாமழை பாட போறாரு. ஐயோ எனக்கு ஒரு நிமிஷம் தாங்கலப்பா. நம்ம காலேஜ்ல ப்ரொഫസർ കിട്ടുന്ന ഏരി അറിയാവുന്നൊരു പാട്ടാണ് ഈ പാട്ട്. ഞാൻ ഈ ക്യാമ്പസിൽ ഏറെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിക്കായി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. கிட்டார்லாம் பார்த்தா அப்படிதான் தோணுது. കരിമിഴിക്കുരുവായിരിക്കും. സ്കൂൾ കാലം മുതലുള്ളവന്റെ സ്ഥിരം നമ്പറാ. ആണോ? ഈരം മാറും ഞാൻ പറഞ്ഞു നിന്മാറിൽ മിന്നും ഈ മാറാമറുകിൽ തൊട്ടിയിലാ. நல்லாதான் பாடுறாரு. തോലുരിഞ്ഞു വന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ അനുഭവിക്കാണ്. നീ നിത്യം വെക്കും ഈ എണ്ണത്തിരിയാ മിന്നീലാ. കരിമിഴിക്കൊരുവിയെ കണ്ടീല നിൻ ചിരിമണി நல்லா இருக்கு சாங்க. പ്രമാദം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണാശംസകൾ. അടുത്ത ഒരു ഡാൻസ് ആണ്. ഓക്കെ ஆ, നാളെ കേട്ടോ. கிளாஸ் போட போறாங்க. போட்டாச்சு. என்ட்ரி வருது. திரும்பி நிக்கிறதா போசே. ടീം ദാബ ഗേൾസ് ഓൺ സ്റ്റേജ്. நாவா கேர்ள்ஸ். ஏய் இதுதானே ஏழுமலை பூஞ்சோல இல்லையா? இந்த பாட்டை கேட்டிருக்கேன். படிக்கணும் தானே இது? படிக்கம் தான். சில்க்கு இருப்பாங்களே தானே? இவங்க இருப்பாங்களே அதுவா? சில்க் ஸ்மிதாவா? சில்க் இல்லப்பா, ஊர்வசி இருப்பாங்களே அது. ஊர்வசிக்கு லாரியிலே போயிட்டு இருப்பாங்களே. இது சும்மா ஏதோ டிராமா நினைக்கிறேன். இல்லையா? ശ്രുതി അത് വേണം താത്ത. உண்மையிலுமே போயிட்டா? കൊറിയോഗ്രാഫി ஆமா ஸ்டேஜ்லேவா? ഡാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? எப்ப என்ன வேகம்? വളരെ വളരെ നന്നായിരുന്നു. അയ്യോ നോക്ക് ഇത് നോക്ക്. നീ എന്തോന്നാ കടന്ന് കാണിക്കാതെ നോക്ക്. പക്ഷേ ഈ കുട്ടി എന്താണ് ഈ കാട്ടിനെ? അവരോട് മറ്റേ കളിക്കാൻ പറയൂ. ഏത് കുട്ടി? மாட்ட போறாங்க அவங்க கிட்ட. അത് നീ എല്ലടി ക്രാപ്പേ. അതെ, ഏത് പൊട്ട ബുദ്ധിക്കാണോ ഇതിനൊക്കെ വലിച്ചു കയറ്റാൻ തോന്നിയത്? ഒരു കാര്യം ചോദിച്ചാൽ ദേഷ്യപ്പെടോ? എന്താ എന്നെ എന്തിനാണ് ഈ ഇൻസ്റ്റലിട്ട് കഷ്ടപ്പെടുത്തണേ? ആ നമ്പർ തന്നൂടെ? ഒരിക്കലും വിളിച്ച് ശല്യപ്പെടുത്തൂല. അത് ശരി. இவங்க கமெண்ட் கொடுக்குறாங்க அதுக்கு. എനിക്ക് കണ്ടുപിടിച്ചിട്ടാ. വിളിക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനാ സാർ ഫോൺ നമ്പർ? വിളിക്കല്ലേട്ടാ, വിളിക്കല്ലേന്ന് പറഞ്ഞിട്ട്. അവളത് ചെയ്യും, അവളത് ചെയ്യൂ. ഡബി ഒന്നും മിണ്ടായിരുന്നേടാ. ഇതൊന്ന് കാണട്ടെ. ഒരു ഹലോ എങ്കിലും പറഞ്ഞിട്ട് വെക്കായിരുന്നു. നീ ആരോടായി ചാറ്റണേ? ആരടി പറയടി. ഞാൻ പറയില്ല, നിനക്കതറിയേണ്ട കാര്യമില്ല.
ഞാൻ പറയാം, അജിത്ത് മേനോൻ. സംഗീത് ഒരിക്കലുമല്ല. നമ്മുടെ കോളേജിലുള്ള ആരെങ്കിലും ആണോ? അപ്പൊ അരുൺ സാറും അല്ല, പിന്നെ ആരാടി? ടെൻഷൻ ആയിട്ട് സോന. യെസ്. സോന ആ ആരാന്നറിയോ? ആരാ? നമ്മളന്ന് കൊച്ചി പോയപ്പോ പ്രശ്നം ഉണ്ടായില്ലേ, അയ്യോ ആ ചേട്ടൻ. ഒച്ച വെക്കണ്ട, ജസ്റ്റ് ചാറ്റിങ്, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇന്ന് നമ്പർ എടുത്തു. ആ ബെസ്റ്റ്. നീ പരുന്തുംകാലില് പോകാതെ നോക്കിയാട്ടാ. ആ അജിത്ത് മേനോൻ നമ്പർ ചോദിച്ചാൽ നിനക്ക് കൊടുക്കാൻ മടി. ഇവൻ ചോദിച്ചാ കൊടുക്കാല്ലേ? അജിത്ത് മേനോൻ ആരാണ്? നിന്റെ അമ്മയുടെ മോനാ. പാവല് എന്ത് മണ്ടെന്ന്. ഈ ചേട്ടൻ നൈസാണ്. എന്ത് ദൈവമേ, ഗുഡ് നൈറ്റ്. ഹിന്ദിയിലോ? എന്താടി തലയിടിച്ചു. പൗലറ്റിന ഹിന്ദിയിലായാ? ഫീഡ്ബാക്ക്. നിങ്ങൾക്ക് എന്നെ കുറിച്ച് തോന്നുന്നത് എന്തും ഓപ്പൺ ആയിട്ട് എഴുതാം. ആരും പേരൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഓപ്പൺ ആയിട്ട് എഴുതാം. എന്നാ നോക്കണേ, ബുക്ക് എടുത്ത് എഴുത്. നീ പുള്ളിയെ പറ്റി പറയണത് എന്താന്ന് അറിയണം. അതിന് വേണ്ടിട്ടാ. അതിന് പേരൊന്നും വെക്കുന്നില്ലല്ലോ. ഇങ്ങനെ ബുദ്ധിയില്ലാത്തൊരു സാധനം. എടി നിന്റെ കൈ അക്ഷരമൊക്കെ പുള്ളിക്ക് കാണാപ്പാടായിരിക്കില്ലേ? അതന്നെ. ഒരുപാട് ഇഷ്ടമാണ്. ജീവനാണ് എനിക്ക് അരുൺ സാറിനെ. സോറി, ചിരിക്കാണ്ട് ഏത് മഞ്ഞക്കിളി? മഞ്ചക്കിളി. അരുൺ സാർ. സാറിന് സുഖമാണ്, വിശ്വസിക്കുന്നു. ഇവിടെ എല്ലാവർക്കും സുഖമാണ്. இதையாச்சும் எழுதி கொடுங்கப்பா. நீங்க இப்ப எவ்வளவு கஷ்டப்படுறீங்க? எவனா சினிமா திட்டி எழுதி கொடுத்துருக்க போறான். അക്കരയിലും ഇക്കരയിൽ ആലിമാലി മണപ്പുറത്തും കാത്ത് 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 നിന്നേ. വൗ വൗ വൗ. ഓ പ്രിയ അരുൺ സാർ, താങ്കൾ ഏത് ബ്രാൻഡ് മസ്കാരയാണ് ഉപയോഗിക്കുന്നത്? അതറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എന്ന സ്വന്തം എസ് സോന. സോണം. ഒരു தெரிஞ்சிருக்காங்க. വിവരമുള്ള സാറാന്ന് തോന്നിയിട്ടുണ്ട്. സാറ് പഠിപ്പിക്കുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ട്. താങ്ക് യു ഫോർ ബീങ് എ ഗുഡ് ടീച്ചർ. ഇഡിയറ്റ്. இந்த ஒரு லெட்டருக்காக எல்லாரும் எழுதி வச்சிருக்காரு. എന്ത് ടൈപ്പ് വെജിറ്റബിളാ നമുക്ക് അരിയേണ്ടത്? കപ്പ ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടിട്ടേ. ആ ചിപ്സ് ഉണ്ടല്ലോ. നമുക്ക് ഇത് എത്ര കിലോ ഏകദേശം വരുന്നുണ്ട്? ഒരു 100 കിലോ. ഒന്നുമില്ല. എങ്ങനെയാ റേറ്റ് വരണേ? ഇതിന്റെ ഈ പ്രവർത്തന തത്വം എങ്ങനെയാണ്? അത് സിംഗിൾ ബ്ലേഡ് ആണ്. പിന്നെ കൂടുതൽ ആവശ്യം ഉണ്ടെങ്കിൽ ഡബിൾ ബ്ലേഡ് ഉണ്ട്. നിങ്ങൾക്ക് ഏതാ? എന്റെ പൊന്നോ, ഇങ്ങോട്ട് കോളാ. ഞാൻ ചുമ്മാ വിളിച്ചാണ്. അത് ചേട്ടൻ വിളിച്ചപ്പോ കട്ട് ചെയ്തല്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് ഹായ് പറഞ്ഞ വെക്കാന്ന് വിളിച്ചു. അപ്പൊ ശരി, ഞാൻ വെക്കുവാണ്. ബൈ ബൈ ബൈ. വെക്കല്ലേ. കോനെ കുച്ചിനി. ആരായിരുന്നടാ നീ നേരത്തെ ഫോണും പിടിച്ച് ചെറ്റടിച്ച് ഓടണ്ടായിരുന്നല്ലോ? ഇനി ഇത് വിളിച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ടെൻഷൻ അടിപ്പിക്കേണ്ട കാര്യം പറഞ്ഞ പെണ്ണാ? അതെ. ദൈവമേ, ഇപ്പൊ ഞാൻ ഉദ്ദേശിച്ചാണ്. അപ്പൊ ആരാന്ന് പറഞ്ഞാൽ നീ തളർന്നു വിടുവല്ലോ. സാലിയാണോ? സാലി ഒന്നല്ല, എടാ പെണ്ണിന്റെ ഒരു ശരണ്യാന്നടാ. ഏത്? അന്ന് നോർത്തിൽ അടിയുണ്ടാക്കിയില്ലേ? എനിക്കറിയായിരുന്നടാ. അന്ന് നിന്റെ പെരുമാറ്റം ഞാൻ അവിടെ മണത്താണ്. എടുത്തേണ്ടി ഞാൻ പറഞ്ഞാലും എനിക്ക് അവളെ ഇഷ്ടമൊന്നും. നിന്റെ അന്നത്തെ ഓറാക്ടിങ് കണ്ടപ്പോ തന്നെ എനിക്കറിയായിരുന്നടാ. അല്ല, എന്നെ പറഞ്ഞാൽ മതി. എടാ, ഈ ഒരു കാര്യത്തിന് നീ എൻ്റെ കൂടെ നിൽക്കണം. നിനക്കും ശില്പക്കും വേണ്ടി ക്യൂൻ മേരീസിൽ ഞാൻ എൻ്റെ കൗമാരവും യൗവനവും വരെ ബലി കൊടുത്താണ്. ഞാൻ അവളെ വളയ്ക്കാൻ പോണേ. എടാ, എൻ്റെ റേഞ്ച് നിനക്കാട്ടും നല്ലൊരു കൊച്ചിനെ കിട്ടൂല. അവൾക്ക് നല്ല പഠിപ്പുണ്ട്, ബുദ്ധിയുണ്ട്, വിവരമുണ്ട്, നല്ല സ്റ്റാൻഡേർഡും ഉണ്ട്. എടാ, നിന്റെ റേഞ്ചാ അത് കള. അതിനെപ്പറ്റി പറഞ്ഞ് തർക്കിക്കാൻ എനിക്ക് നേരമില്ല. എടാ, നീനോട് തെണ്ടിത്തരോടെ കാണിച്ചത്. എടാ, നീയല്ലേ പറഞ്ഞ അവൾക്ക് ശില്പയുടെ ചായ ഉണ്ട്, തേങ്ങ ഉണ്ടെന്നൊക്കെ. അതിന് അവളെ കാണാൻ ശില്പനെ പോലെ ഒന്നുമില്ല. സോ വാട്ട്? എടാ, നീ എന്നോട് മറച്ചു വെച്ചുണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. എടാ, ഞാൻ മെഷീനോണായി വാ. എടാ, ഞാനന്ന് മീൻ വാങ്ങാൻ പോയപ്പോ നീയൊക്കെയല്ലേ പറഞ്ഞ മീൻ വാങ്ങണ്ടെന്ന്. ഞങ്ങളുടെ കണക്ഷൻ തന്നെ അതിലാടാ. എടാ, ഞാൻ അവളെ ഇഷ്ടപ്പെട്ടു പോയടാ. അപ്പൊ സാലി എന്ത് ചെയ്യും? നീ ഒന്നും നടന്നങ്ങട്. ഇതിലേക്കെടാ നിമിത്തം എന്ന് പറയണത്. വെറുതെ ആവശ്യമുണ്ട് പയറടിക്കാൻ. ഹലോ, ആ ഞാനേ ഒരു സംശയം ചോദിക്കാൻ വിളിച്ചാണ്. നിങ്ങളുടെ ചെറിയ പരിപാടിയല്ലേ ഈ 3 ഫേസ് മില്ലൊക്കെ പോലുള്ള പരിപാടിക്കുള്ളതാണ്. വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? വേറൊന്നുമില്ല. ശരിയെന്നാ വെച്ചോ. ആ അയ്യോ, എന്താ കാട്ടണം നീ? പുള്ളിയുടെ മുകളിലേക്ക് കൂടി പോകാൻ നല്ല രസല്ലേ? ആ കളിക്കാൻ നിന്ന് തലയും കുത്തി താഴെ വീഴും. പോട്ടെ ഇങ്ങട്. ഞാൻ തൃശ്ശൂർ വന്നാലേ നൈസായിട്ട് എന്നെ കാണാൻ പറ്റുമോ? അതൊന്നും ശരിയാവൂല. ഞാൻ അവിടെ കൊല്ലം ബിസിയാ. ഞാനേ സോനയുടെ ഡ്രസ്സ് ഇട്ടേക്കുന്നെ. വല്ലാതെ ചോറിച്ചല്. പപ്പട കളർ ബനിയ. അയ്യോ, ഞാനത് ഉദ്ദേശിച്ചിട്ട് അത് ഉദ്ദേശിച്ച് ചോദിച്ചൊന്നല്ല. ഞാനിപ്പോ കടന്ന സ്ഥലത്തിന്റെ പേരെന്താ അറിയോ? കുനിശ്ശേരി. ഇവിടെ നല്ല പാടങ്ങളാണ്. ഇനി ഒരു 3 കിലോമീറ്റർ പാടാണ്. അത് കഴിഞ്ഞ് എന്നെ വീട്. ഞാനിപ്പോ നിൽക്കുന്ന സ്ഥലത്തിന് പേരെന്താന്ന് അറിയോ? ആലിഞ്ചോട്. അപ്പൊ നീ ആയിരിക്കും ഇവിടെ കുറെ ആലുണ്ടെന്ന്. ഇവിടെ ഒരു ആലും ഇല്ല, തേങ്ങയില്ല. അമ്മ വായ കൂട്ടി നല്ല വില കൊടുത്ത് വാങ്ങിയതാണ്. അല്ലെങ്കിൽ പോകും പുറത്തേക്ക്. എന്നെ ഈ ചേട്ടാ ചേട്ടാ എന്നുള്ള വിളി നിർത്തിക്കൂടെ? പിന്നെന്ത് വിളിക്കും? അല്ലെങ്കിൽ എടാന്ന് വിളിച്ചോ. ഡാ, ഇത്രയും പെട്ടെന്നാ? ഞങ്ങള് നാളെ ട്രിവാൻഡ്രം പോവാ. എന്തിന്? ഞങ്ങളുടെ മിസ്സിന്റെ കല്യാണമാണ് മറ്റന്നാള്. നിങ്ങളെന്താ പരിപാടി? നാളെ
ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ടാവും. ആ ഓക്കെ ശരി. തിരുവനന്തപുരത്തേക്കാ ഒറ്റയ്ക്ക് പോയാ മതി. എടാ അവളെന്നെ അങ്ങോട്ട് നൈസായിട്ട് ക്ഷണിച്ചോ എന്നുള്ള ഡൗട്ട് ഉണ്ടാ. പിന്നെ അവൾക്ക് പ്രാന്തല്ലേ. എന്തായാലും ഒന്ന് പോയി കണ്ടിട്ട് വരാം അവളെ. ഇതെന്തൊരു കഷ്ടമാണ്. കഴിഞ്ഞ ആഴ്ച കോയമ്പത്തൂര്, അത് കഴിഞ്ഞപ്പോ മഞ്ചേരിയിൽ കല്യാണം, പിന്നെ എന്റെ പനങ്ങാട് സ്റ്റേഷൻ, നാളെ തിരുവനന്തപുരം. ഇവിടെ എന്നെ കൊണ്ട് വയ്യടാ, ബോഡി പെയിനാന്ന്. എടാ വരണേ, നിനക്കും ശില്പൊക്കെ വേണ്ടി ഞാൻ മൈസൂർ മസനം കൂടി ഡിൻഡിഗൽ. നോ മനസ്സിലായി, ഞാൻ വരാം. അപ്പൊ നാളെ കല്യാണ ഹാളിൽ ലോക്കൽസ് വരുന്ന ഇറങ്ങുമല്ലോ. അതാരാടാ? നമ്മളെന്നെ. അല്ല ഇവിടെ സ്റ്റേ നമ്മുടെ പട്ടിവിനോട് സെറ്റപ്പിലെ ടെക്നോ പാർക്കിൽ വിളി താമസിക്കുന്ന വീട്ടിൽ സെറ്റ് ചെയ്തേണ്ടി. ഓക്കെ. ഇപ്പൊ ചെലവ് ഫുൾ ചെലവ് ഞാനായിട്ട്. ഓക്കെ. പകുതി. എടാ നീ എന്നെ കണ്ടോണ്ട് ഞാൻ എവിടെ നോക്കി? എനിക്കറിയായിരുന്നു. ഞാൻ കാശ്. ஓகே. பசங்க இப்படிதான் ஏதாச்சும் ஒண்ணு பண்ணிட்டானுன்னு வச்சுக்கேன், அதை சொல்லி சொல்லி காமிட்டியா உனக்காக நான் என்னென்னலாம் பண்ணியிருக்கேன், எனக்காக இது கூட பண்ண மாட்டியா நீ அப்படி அவங்களுக்கு ஞாபகம் வரணும், வரணும் ஞாபகப்படுத்த வேண்டியதா. சும்மா டிராமா பண்ணிட்டு இருப்பானுங்க பசங்களுக்குள்ள. ஓ மை காட், இத்தனை பேர் பின்னாடி சுத்தினா அப்ப யாருதான் ஓகே பண்றது கடைசியில? அதான் ஓகே பண்ணிட்டாங்களே அர்ஜுன. அவங்க எல்லாம் லவ் மூட்ல இருக்க மாதிரியே தெரியலையே. அட்லீஸ்ட் பேசுவாதி செய்யறாங்கல்ல அவர்கிட்ட, மத்தவங்க கிட்ட யார்ட்டையும் பேசுறது இல்லை. அஸ்லீன் லவ்லாம் பண்ணல, பாவ சும்மா ஃப்ரெண்டா தான் இருக்காரு. அஸ்லீன் சும்மா தான் இருக்காரு. உனக்கு அவர் லவ் பண்ற மாதிரி தோணுதா? ചുമ്മാ ഒരു ഇൻട്രസ്റ്റ് മാറുന്നത്. ബ്രോ ആക്ച്വലി വിനു ഇവിടെ ഇല്ല, നാട്ടിൽ പോയി. അത് ഞങ്ങൾക്കറിയാം, വിനുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ബ്രോനെ കണ്ടാകെന്ന് പറഞ്ഞത്. അതെ, പക്ഷെ ബ്രോ ഇവിടെ സൗകര്യങ്ങളൊക്കെ കുറച്ച്, ഇവിടെ 2 റൂമിലായിട്ട് 4 പേരെ താമസം, പിന്നെ നിങ്ങളുടെ പ്രൈവസി ഒക്കെ. അത്ര ഉള്ള ഞങ്ങൾക്ക് എന്ത് പ്രൈവസി? ഇവിടെ അല്ലേ ഷൂരുന്നത്? ഇവനോടത്തെ മെയിനാണല്ലേ ബ്രോ. ഹോളിലാരും കിടക്കണല്ലോ? ഇല്ല, ഹോളിലാരും കിടക്കുന്നില്ല. അപ്പൊ ഞങ്ങളിവിടെ സെറ്റ് ആയിക്കോളാം. എടാ ഞാൻ ആദ്യം വിളിക്കോട്ടാ. ബ്രോ ബാത്റൂം എവിടെയാണ്? ബാത്റൂമാ? ആ കണ്ട് കണ്ട്. എടാ ഞാൻ കുളിച്ചിട്ടാ. அவர் மொழிக்கிறாரு. ബ്രോ ആ കളി ഒന്ന് നോക്കൂ. കളി മഴ ഉപയോഗിച്ചു ആണ് അന്ന് ശരി വെക്ക്. എന്നാ വെച്ചോ. ஏய் மாசம் ஓடிட்டு இருக்கு. നീയേ അവളൊന്ന് വിളിച്ചോക്ക്, എന്നിട്ട് എങ്ങോട്ടാ വരണ്ടേ നോക്കി. അവളെ വിളിച്ചിട്ട് കിട്ടണടാ. അത് ശരി. നമസ്കാരം. എടാ നീ കുളിക്കണല്ലേ? ഇതൊക്കെ എന്തിനാണ്? ഇതൊക്കെ ഏത് ഓപ്പിലാണ് ഇവിടെ കയറിക്കണേ? ആ പട്ടീവിന്റെ കെയർ ഓഫിലൊന്ന് കയറിയേക്കണതാണ്. ആ വിളിച്ച് പറഞ്ഞായിരുന്നു കുമാരന്റെ കാര്യം. ഹലോ ഹലോ, കുറെ മിസ് കോൾ കണ്ടല്ലോ. ഞാനിപ്പോ എവിടെയെന്നറിയോ? അല്ല, ഞാൻ തിരുവനന്തപുരത്തേക്ക് വന്നേക്കണേണ്. തിരുവനന്തപുരത്തേക്കാ? എന്തിരുന്നേ? എന്തിന്? ഞങ്ങൾ നാളെ കല്യാണത്തിന് തന്നെയുണ്ട്. ഞങ്ങളാ? വേറെ ആര്? എന്റെ കൂടെ വരുന്നുണ്ട് എന്റെ ഫ്രണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ? നിങ്ങളെന്ത് പണ്ടാർത്താണ് ഇങ്ങോട്ട് കിട്ടിയെടുത്തേ? ഇന്നലെ ഇങ്ങോട്ട് വിളിച്ചിട്ട് തിരുവനന്തപുരത്തേക്ക് പോണെന്ന് പറഞ്ഞില്ലേ? അപ്പൊ നീ എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച പോലെ എനിക്ക് തോന്നിയത്. അയ്യോടാ. കല്യാണം എവിടെ വെച്ചിട്ടാണ്? ഏത് ഹോളിലാണ്? ഉറങ്ങാൻ പറ്റണല്ലോ. നീ ലൊക്കേഷൻ അയച്ചിട്ടേക്ക്, ഞങ്ങൾ അങ്ങോട്ട് വന്നേക്കാം. 250 കിലോമീറ്റർ വണ്ടി ഓടി ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്യാൻ. മഞ്ചിനി. അതെ, ഒരു സെക്കൻഡ്, ഞാനിപ്പോ അങ്ങോട്ട് വിളിക്കാം. ഇവിടെ കാര്യങ്ങൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കണേ. ഉറക്കൂല്ല. ഞാൻ 250 കിലോമീറ്റർ മഴയും കൊണ്ട് ബൈക്ക് ഓടിച്ചെന്ന് എന്തിനാന്ന് എനിക്കറിയോ? അനു മിസ്സിന്റെ കല്യാണം കൂടെ. അതിനല്ല, എന്റെ ഫോൺ ഓഫ് ആണതിന് മുമ്പേ നിന്റെ അടുത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ പോണേണ്. നേരെ ഒരുപാടായി. ഞാൻ ആലോചിക്കട്ടെ. ഗുഡ് നൈറ്റ്. பயந்துட்டாங்க. മോളെ ഷെറിനെ അയ്യോ, ഇത്ര നേരത്തെ കഴിഞ്ഞ? 2.5 മണിക്കൂറല്ലായുള്ളൂ. ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയടാ. അയ്യോ. എടാ വരുണേ, ഞാൻ അവളുടെ അടുത്ത് നൈസായിട്ട് കാര്യം അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അവള് യെസ് പറഞ്ഞു മാത്രം പറയലട്ടാ പൊന്നു മോനെ. അവളൊന്നും പറഞ്ഞില്ല. അവള് നൈസായിട്ട് വിഷയം മാറ്റിക്കളഞ്ഞു. ആലോചിക്കാന്ന് പറഞ്ഞു. ആലോചിക്കാന്ന് പറഞ്ഞ? ആ, നീ ഒരു നാറിയാണ്ടടാ. അവളുടെ നമ്പർ ഇട്ടിട്ട് എത്ര ദിവസം പറഞ്ഞ? ഒരാഴ്ച? 3 ആഴ്ച കിടക്കാൻ നോക്കുമല്ലോ. വിധി നിന്റെ ഒപ്പം ജീവിതകാലം മൊത്തം കഷ്ടപ്പെടണം. ആ പെണ്ണിന്റെ തലയിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. നിന്റെ നാവ് പൊന്നാകട്ടടാ തെണ്ടി. നീ ഒന്ന് കൈമാറ്റിയേ. വരുണേ, എടാ വരുണേ, എടാ വരുണേ, എടാ നിന്റെ റെഡ് ഷർട്ട് ഉണ്ടാ? എന്തിനാ? അവര് പിള്ളേരെല്ലാരും റെഡ് ഡ്രസ് ഇടാനെന്ന് പറഞ്ഞ യൂണിഫോം ആയിട്ട്. അപ്പോ നമ്മുടെ അടുത്ത് ഇടാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ പറഞ്ഞിട്ടുണ്ട്. എന്റെ ഒന്നും ഇല്ലടക്കെ. இங்க இருந்து யார்ட்டையே கூட போறானு நினைக்கிறேன். ബ്രോന്റെ അടുത്ത് ചുവന്ന ഷർട്ട് ഉണ്ടാവോ? ചുവന്ന ഷർട്ട് ഉണ്ടാവാൻ ചാൻസ് ബ്രോ ഉണ്ടാവും. ബ്രോന്റെ ഷർട്ടൊക്കെ ഒന്ന് കാണിച്ചെന്ന്.
ദേ ചോന്ന ഷർട്ട് അത് മതി ബ്രോ ഒന്നെടുത്താ ബ്രോ. ശരി. അല്ല ഇത് ഞാൻ അത് കിട്ടിട്ടില്ല. ഞങ്ങൾക്ക് ഇടാത്ത വേണ്ട, ഇട്ട് മുഷിഞ്ഞത് വേണ്ട ബ്രോ. അല്ല ഞാനിത് വേറെ ആവശ്യം വേണ്ടി എടുത്ത് വെച്ചാണ്. എന്റെ പൊന്നു ബ്രോ, ഞങ്ങൾ കൊച്ചിക്കുണ്ടോല്ല ഫോണിനും കൂടി തരൂലേ? തരും. എനിക്കാളെ ചൂടെടുത്തിട്ട് പൊളിയാണ്. കഴിഞ്ഞ ദിവസേ ക്ലാസ്സിൽ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തപ്പോ സാറേ എഴുന്നേറ്റ് ചേർത്തി കൈയടിച്ചു. ആ ഭയങ്കര അപ്ലോസ് ആയിരുന്നു. ശരണ്യ ആബ്സെന്റ് ആയത്. ശരണ്യ ഈ തിരുവനന്തപുരം ഭാഗത്തെ കല്യാണത്തിന്റെ രീതികളൊക്കെ ഒന്ന് വേറെയാണ്. നമ്മുടെ ഈ തൃശ്ശൂർ പാലക്കാട് സ്റ്റൈലല്ല. ഇവിടെ ഈ കല്യാണത്തിന് ബോളി കിട്ടും. ശരണി കഴിച്ചിട്ടുണ്ടോ? നല്ല രസം അത്. പിന്നെ അമ്മ ചോദിക്കുക കല്യാണം നോക്കട്ടേന്ന്. ഞാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് മതി, കല്യാണപ്രായമൊന്നും ആയിട്ടില്ലല്ലോ. പിന്നെ സയൻസ് എക്സിബിഷന് ഞാൻ സാമ്പാർ വിളമ്പുന്ന ഒരു റോബോട്ടിന് ഉണ്ടാക്കുന്ന. ശരണ്യ ശരണ്യ അപ്പം ചോദിക്കുക നീ ആരെങ്കിലും മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ടോന്ന്. ഞാനിപ്പോ എന്താ പറയാ അല്ലേ? എന്ത് നല്ല സാറായിരുന്നു. ഇപ്പൊ ആളുടെ അവസ്ഥ നോക്കി. ശരണ്യ പിരികത്തിന് കുറച്ച് കട്ടി കൂടി തോന്നുന്നു. ത്രെഡ് ആയിരുന്നില്ലേ? ഇതല്ലേ ഭംഗി? ആണോ? അല്ലേ? ഇതും ഭംഗിയാണ്. ഈ കഷ്ടപ്പാട് കണ്ടിട്ടെങ്കിലും ഇവൾക്കൊരു ജീവിതം കൊടുക്കാറില്ലേ? അതാ നീ കൊടുക്കും. വേസ്റ്റ്. ഈ റോബോട്ടിന്റെ ഒരു ഡ്രീം പ്രോജക്റ്റാ. ശരണ്യ നമുക്കൊരു സെൽഫി എടുത്താലോ? ആ എടുക്കാം. വാ സോന, സെൽഫി വാ. പിന്നെ എടുക്കാം. ആ പിന്നെ അത് ശരിയാ, അകത്ത് കയറിയിട്ട് എടുക്കാം. എല്ലാവർക്കും കൂടി എടുക്കാം. വന്നേ വന്നേ. റോബോട്ടിന്റെ ബാക്കി വിശേഷം. അവിടെ സാറിന്റെ പെണ്ണേഴ്സ് എന്തായിരുന്നു? എങ്ങനെ? അല്ല പെണ്ണ് കാണല് ഇതെന്താണത്? പാർട്ടി സമ്മേളനം എന്നോടൊന്ന് പറഞ്ഞില്ലേ? പറഞ്ഞിട്ടായിരുന്നു. നോക്കി அதுக்கு என்னப்பா பண்ண முடியும்? We can't control this life. നൈസായിട്ട് പുറത്തു സദ്യച്ചിട്ടു. ഹായ്. 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 ഇത് വരും. ആ അന്നുണ്ടായിരുന്നു. ആ അതന്നെ. നിങ്ങൾ അങ്ങോട്ട് വരുന്നില്ല? അവിടെ മറ്റവളൊക്കില്ല, സോനയൊക്കെ. ഞങ്ങളിവിടെ നിന്നോളാം. ആ നീ ഇവിടെ കുറച്ചിട്ട് നിൽക്കും. ഞാനിവിടെ. അല്ലെങ്കിൽ 24 മണിക്കൂറും വലയെ കുടുങ്ങിയ കടൽപ്പാമ്പനെ പോലെ കിടക്കുന്ന പെണ്ണാണ്. ഈ തല്ലിപ്പുള്ളികളെ കണ്ടപ്പോ ഉടുക്കത്തെ കളിഞ്ചിരി. നിനക്ക് മനസ്സിലായോ? നിനക്കറിയാം. ഇപ്പത്തേയുള്ളൂ. ഞാൻ ചെല്ലട്ടെ എന്നാ അങ്ങോട്ട്. ഓക്കെ. ഫുഡ് കഴിച്ചിട്ടില്ല പോണല്ലോ? പിന്നെ കഴിച്ചിട്ട് പോകും. ഓക്കെ ശരി. ஒரு நிமிஷம் பேசுறதுக்கு വരവന്ന് നോക്കി. ആനന്ദത്തിൽ ആറാടിയിട്ടുള്ള വരവാണ്. അരുൺ സാറ് എടാ, അരുൺ സാർ അവരുടെ അടുത്തേക്ക് പോണ്. ആ അത് പൊളിച്ച്. നിങ്ങള് ഞങ്ങള് ശരണ്യയുടെ ഫ്രണ്ട്സ്. ഞാൻ ശരണ്യയുടെ സാറാ. ഹലോ രാജ്. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഞാനേ ആ റോബോട്ടിന് ചിപ്പ് വെക്കാൻ പോവാണ്. പറയുന്ന ആളല്ല. അല്ല, ഞങ്ങള് എറണാകുളത്താണ്. അപ്പൊ ട്രിവാൻഡ്രത്ത് ഒരാവശ്യത്തിന് വന്നപ്പോ ശരണ്യനെ വിളിച്ചപ്പോഴുണ്ടെന്ന് പറഞ്ഞു. വിളിച്ചുമ്പോ കണ്ടിട്ട് വന്നു വെച്ച് വന്ന ഈ റെഡ് ഷർട്ട്. അതാണ് യാദൃശികം എന്ന് പറയണേ. ഞങ്ങൾ രാവിലെ വെറുതെ എടുത്തിട്ടാണ് റെഡ്. ഇവിടെ നോക്കിയപ്പോ എല്ലാരും റെഡ്. നിങ്ങള് ഇപ്പൊ ഇറങ്ങില്ലേ? ശരണ്യ ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി പറഞ്ഞേക്കണേ. അത് ശരി. ഇവിടെ നമ്പറും തരുമോ? നമ്പറാ? നമ്പർ വാങ്ങി. எதுக்கு? പറഞ്ഞോ. மானிட்டர் பண்ணதான் வேற எதுக்கா இருக்கும்? 970 കോടി. 71,50,975. 55,975. കറക്റ്റ് അല്ലേ? കറക്റ്റ്. പ്രോഡക്റ്റ് പേര് എന്താ പറഞ്ഞ? ദീപു. எதுக்கு? ശരി. എന്ത് പാവോടാ. ശുദ്ധൻ. ആ ശുദ്ധൻ. சுத்தன். இதுதான்ப்பா எல்லா இடத்துலயும் காமனா இருக்கிறது. അരുൺ സാർ ഇതർ. അല്ലടാ ഞാൻ ഉദർ. ഇവർ ഗുഡ് ആഫ്റ്റർനൂൺ സാർ. ഗുഡ് ആഫ്റ്റർനൂൺ. എവിടെ ഇരിക്കും? അതല്ല ഞാൻ ഇതർന്ന് പറഞ്ഞു. ഇരുന്നോ ചേട്ടാ. முதல்ல ஒருத்தன் എടാ ഇപ്പഴത്തെ ഇപ്പൊ നീ ഇവിടെ നിന്ന് പറയാൻ അവിടെ ഇരിക്കണോ? നീ അവിടെ വന്നിരുന്നേ? யாருப்பா இவரு? നീ എപ്പോഴാ പോണേ? ഞങ്ങള് കുറച്ച് കഴിഞ്ഞു പോകും. നിങ്ങൾ എപ്പോഴാ പോണേ? നിങ്ങൾ പോയ ഉടനെ ഞങ്ങളും പോകും. സാറേ നമ്മളുടെ ഈ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിലെ CMRRല് ചെറിയൊരു കൺഫ്യൂഷൻ. അത് ഇപ്പോഴാണ് നീ ഡൗട്ട് വയ്ക്കുന്നത്?
അല്ല സാറല്ലേ പറഞ്ഞ ഏത് പാതിരാത്രിക്ക് വേണമെങ്കിലും ഡൗട്ട് ചോദിക്കാന്ന്. എന്നാ നീ ഇപ്പം ആദ്യത്തിൽ കളിക്കറ അവിടെ ഭക്ഷണം കുത്തി കയറ്റുമ്പോഴാണോ എൻ്റെ ഡൗട്ട്. പിന്നെ ഇന്നലെ പറഞ്ഞ കാര്യം ആലോചിക്കാതെ ആലോചിച്ചാ എന്താ കാര്യം? എന്റെ പൊന്നു ദീപു ഇവിടെ തന്നെ വേണോ? ഒന്നും മിണ്ടായിരടാ. ശരണ്യ ആലോചിച്ചാ? ആ ഏ ഓക്കെയാണ്. എന്തോക്കെ? ഡണ്ണാണ് ഡൺ. என்னடா நோக்கே சொல்லிட்டாங்களா? அதுதான் புரிய மாட்டேது. கூட ஒரு மாதிரி பேசிட்டு இருக்காங்க அவங்க 2 பேரும். அவர் சொல்லவும் இல்லை, இவங்களும் என்னன்னு கேட்கவும் இல்லை. എന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ളപ്പോൾ മാത്രമേ സ്വന്തം പപ്പണം വേറെ കൊടുക്കാറുള്ളൂ. நைட்டு பேசும்போது யோசிக்கிறேன்னு சொல்லியிருந்தாங்க அவங்க. பைஜு പഴം വേണ? അതെനിക്ക് ഇവിടെ ഉണ്ട്. സന്തോഷം കൊണ്ട് ചോദിച്ചാലടാ. നീ പാവൊന്നും കളിക്കണ്ട. ഹായ് മണി. ഹലോ കഴിച്ചാ? இவங்க யாருமே தெரியாது. ஃப்ரெண்ட்ஸா அப்படி கேட்பாங்க ஒரு. எனக்கும் தெரியல, உனக்கும் தெரியல. ஓ நைஸ். இங்கெல்லாம் பிரைட் அண்ட் க்ரூம் ரெட்ல இருக்கிறதுனால முஸ்லீம் மித்தவங்க வேற கலர்ஸ்ல இருப்பாங்க. നമ്മോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചോട്ടാ. ഡാബി ഇതെങ്കിലും മര്യാദക്ക് നടത്തണേടാ. ഞങ്ങളൊക്കെ ഇല്ലേ? ஆரம்பிச்சிட்டாங்க பிசினஸ். ബാക്കി എല്ലാരും ഇട്ടോ. നീ പോട്ടാ. ഇട്ടോ. കച്ചവടം അത്. കച്ചവടം ബിസിനസ്. നീ ഒരു റീസൺ പറ. അവനോട് യെസ് പറയാനുള്ള ഒറ്റ റീസൺ പറ. മീൻ വളർത്തല ഒന്നും പറഞ്ഞേക്കരുത്. ഇത് വലിയ ശല്യായാലും നമുക്ക് കുളിക്കണ്ടേ? മനുഷ്യനിവിടെ മൊത്തത്തിൽ ഞെട്ടിരിക്കുമ്പോഴാണ് അവളുടെ ഒരു കുളി. അപ്പൊ ഇന്ന് കുളിയില്ല. കുളിക്കാതിരിക്കാനുള്ള ഓരോ കാരണങ്ങളെ ഇതെന്താ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി തൂക്കിട്ടിരിക്കാണ്? നീ ചുമ്മാ വിഷയം മാറ്റാതെ കാര്യം പറഞ്ഞേ. എന്ത്? ഞാൻ നൈസ് പറഞ്ഞു. റീസൺ പറയാമെന്ന് എനിക്കറിയില്ല. ആ പുള്ളി നൈസാണ്. ഇനി വരുന്നോട് വെച്ചാണ്. അപ്പൊ നിനക്ക് പഠിക്കാൻ മാത്രം ബുദ്ധിയുള്ളൂ അല്ലേ? ഇവിടെ ഞാൻ ക്ലാസ്സിന് പോവാണ്. വന്നിട്ട് വിളിക്കാട്ടാ. ഇന്ന് ഇനാഗ്രേഷൻ അല്ലേ? ഓൾ ദി ബെസ്റ്റ്. എടി തന്നെ സോനെ. Oh my god, she's in trouble. എടുക്കെടുക്ക് അമ്മ എടുക്ക്. அவருக்கு 2 in 1 செலிப்ரேஷன். நேந்திரம் சிப்ஸ் தானே. நேந்திரம், மரவள்ளிக்கிழங்கு எல்லா சிப்ஸும் போடுறாங்க நினைக்கிறேன். പൊട്ടറ്റോ ചിപ്സ് 255. 250 എന്ന് പറയുമ്പോ 250 തന്നെ വെക്കടാ. കൂട്ടല്ലേ ഇപ്പൊ? வாழைக்கா. அதான் நேந்திரமோட அந்த இது நேந்திரம். ரைட். அதுல chips. ഇല്ല ഫുഡ് എത്തിയിട്ടില്ല. നീ കഴിച്ചാ? പിന്നെ ഈ സൺഡേ നീ വീട്ടിൽ പോകണമെങ്കിൽ ഞങ്ങൾ തൃശ്ശൂർക്ക് വരട്ടെ. നമ്മുടെ കുറച്ച് കമ്പനിക്കാർക്ക് നിന്നെ പരിചയപ്പെടാനാ. ഒരു പ്രശ്നമില്ല, പാവങ്ങളാ, ഡീസന്റ്. ഷാരു ഫുഡ് വന്നിട്ടാ, ഞാൻ വിളിക്കാം. ഷാരു നല്ലൊരു പെങ്കൊച്ച്. എന്തിന്റെ പേരാന്താ ഞാൻ ആലോചിക്കണത്. കൊണ്ട് കേൾക്കുമ്പോണ്ടല്ലോ എന്റെ പൊന്നു വരണേ, ഞാനിപ്പോ വേറെ ലെവൽ ഫീലിംഗ് അനുഭവിച്ചോണ്ടിരിക്കണേ. ഇനിയിപ്പോ ചെക്കന് ടെഡ്ഡി ബിയർ, ഡയറി മിൽക്ക്, ലവിന്റെ ചിഹ്നമുള്ള തലയണ, പിന്നെ വാലന്റൈൻസ് കാർഡ്. ചെക്ക ബിസിയാണ്. എനിക്കത് തോന്നിയടാ. എടാ നീ വിചാരിക്കുന്നത് ഒരു പെണ്ണല്ല ശരണ്യ. അവക്ക് ഇതൊന്നും ഇഷ്ടമല്ല. ബുദ്ധിജീവിയാണ്, ബുദ്ധിജീവി. ഡയറി മിൽക്ക് സിൽക്ക് ഇഷ്ടമല്ലെന്ന് പറയണ്ട, ഞാൻ വിശ്വസിക്കില്ല. പിന്നെ അതിഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. പക്ഷെ ഇവൻ പറഞ്ഞ ബാക്കി ലിസ്റ്റിലുള്ള സ്റ്റേഷനറി ഐറ്റംസ് ഒന്നും ഇഷ്ടമല്ല. എന്റെ ചേട്ടാ ടെഡ്ഡി ബിയർ ഇഷ്ടമാണ്, ഡയറി മിൽക്ക് ഇഷ്ടമാണ്. എന്ത് ഇതെന്താണിത്? ഒരാൾ ഇങ്ങനെ ഒതുക്കരുത്. കണ്ണം കറഞ്ഞിട്ടേ പോയണം. അടുക്കാൻ പറ്റില്ല. ലവ് എന്താണ്? നിങ്ങള് വിചാരിക്കുന്ന പോലെ ഒരാളല്ല ദീപു. എന്നെ പോലെ തന്നെ പാവ. നിന്നെ പോലാന്നോ അതോ പാവാന്നോ? രണ്ടിലും ഒന്ന് പറ. എന്ത് പാവാണല്ലോ, എനിക്കിഷ്ടമല്ല അവനെ. അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ സൺഡേ വരും എന്റെ കൂടെ. അവനും ഫ്രണ്ട്സും വരുന്നുണ്ട്. വല്ല ചട്ടോ വിക്കോ ഒക്കെ ഉണ്ടെന്ന് പരിശോധിക്കാൻ വരുന്നതായിരിക്കും. ആ സഞ്ചിയുടെ അച്ചപ്പെടുത്ത് അവളെ തലക്കിളഞ്ഞു കൊടുക്കാൻ നിനക്ക് എന്ത് തരണം? അതിന് അച്ചപ്പോട് ഇരിക്കണു. തീർത്താ? എന്റെ അമ്മ കൊടുത്തിട്ട് സാധനം തീർത്താ? യെസ്, തിന്നാനല്ലേ കൊണ്ടാ വെച്ചേക്കണത്. ഞാൻ ആ സ്വാദിക്ക് കൊടുത്തു, കുറച്ച് ഞാൻ നിന്നു. അല്ലെങ്കിൽ ഇവിടെ സാധനങ്ങളെല്ലാം തീർന്നു കഴിയുമ്പോഴാണല്ലോ എല്ലാവർക്കും ആവശ്യം. ഇതെന്നാണ് ട്രെയിൻ ഇതെല്ലാം വെച്ചിട്ടേക്കുന്ന പോലെ സൗണ്ടൊക്കെ കേൾക്കുന്നുള്ള വയറ്റിന്ന്. ചുകിച്ച് കിടക്കാലേ മോളെ, അങ്ങടെ എണീറ്റ് അങ്ങോട്ട്. സോനരേ സൺഡേ സെറ്റ് അല്ലേ? എനിക്കറിയാൻ പാടില്ലാണ്ട് വെക്കണം. നീ എന്തായാലും മുന്തിന നായ്ക്കുട്ടി അവർ മുന്നിലെ പ്രദർശനത്തിന് വെക്കാൻ ഇത്ര ബുദ്ധിമുട്ട് നീ വരണ്ട സോനെ. അയ്യോ, നിന്നെ ഒറ്റയ്ക്ക് വിടാനോ? നോ വേ. കുറച്ച് ബുദ്ധിമുട്ടാണ്, എങ്കിലും ഞാൻ വരും. தேங்க்யூ ஃபார் வாட்சிங் பார்ட் 2. நம்ம அடுத்த பாட்டில் சந்திப்போம். பாய்.